നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. കാടിറങ്ങുന്ന വന്യത ജീവൻ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ ചോദിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. പരിഹാരമുണ്ടാകാത്ത കാലത്തോളം പ്രതിഷേധവും ഒഴിവാക്കാനാകില്ല. കണമലയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധം തുടരുക തന്നെയാണ്. വിഷയത്തെ വഴിതിരിച്ചുവിടാതെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയും ആവശ്യപ്പെട്ടിരിക്കുന്നു. വനം വകുപ്പ് നടപടികൾക്കെതിരെ എരുമേലി റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ചും നടത്തി. പോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച ചാക്കോയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് ചാക്കോയുടെ സംസ്കാരം നടന്നത്. കണമല സെന്റ് തോമസ് പള്ളിയിൽ നടന്ന സംസ്കാരത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സർക്കാരിനും വനം വകുപ്പിനുമെതിരെ സംസ്കാര ചടങ്ങിലും രോഷമുയർന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം വേണമെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിന് വേറെ കഥകൾ പറഞ്ഞ് പുതിയ നരേറ്റീവ്സ് കൂട്ടിച്ചേർക്കരുത്. അത് പോത്തിന് നേരത്തെ വെടിയേറ്റുന്നു, അതുകൊണ്ടാണ് വെള്ളം പിടിച്ചത്, വേറെ നരേറ്റീവ് ഉണ്ടാക്കി കഥയുണ്ടാക്കി വിഷയങ്ങളെ മാറ്റരുത്. പോത്തിനെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമേലി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടുപോത്തിനല്ല, വനം മന്ത്രിക്ക് മയക്കുവടി വെക്കണം. അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ജനകീയ മന്ത്രി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അതിനിടെ കാട്ടുപോത്തിന് നായാട്ടുകാരുടെ വെടിയേറ്റോ എന്ന് പരിശോധിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പോത്തിനായി പ്രത്യേക സംഘം തെരച്ചിൽ നടത്തുകയാണ്. ന്യൂസ് 18 കോട്ടയം. വന്യജീവി ആക്രമണം ശക്തമാക്കുമ്പോൾ സർക്കാരും വനം വകുപ്പും പ്രതിരോധത്തിലാകുക തന്നെ ചെയ്യും. ഏതായാലും ആക്രമണം തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് വനം വകുപ്പ്. ഹോട്ട്സ്പോട്ടുകളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കും. വന്യജീവി ആക്രമണത്തിലെ കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനം ഭേദഗതി ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. വൈൽഡ് ലൈഫ് വാർഡനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കണമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശിച്ചു. വന്യജീവി ആക്രമണത്തിൽ ജനങ്ങളെ സഹായിക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഈ കാട്ടുപന്നികളെ പോലുള്ളവരെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാമോ? അങ്ങനെ നേരത്തെ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അനുകൂലമായ മറുപടിയല്ല കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു നിയമഭേദഗതിയുടെ രൂപത്തിൽ നമുക്ക് നിയമോപദേശം തേടി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഒരു നിയമഭേദഗതി, കാരണം ചില പ്രമുഖ നേതാക്കളൊക്കെ നിയമഭേദഗതി കൊണ്ടുവരണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പാകെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കുമല്ലോ. വയനാട്, ഇടുക്കി, കണ്ണൂർ, ആതിരപ്പള്ളി എന്നീ ഹോട്ട്സ്പോട്ടുകളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കും. വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിൽ RRTയുടെ സേവനം ഉറപ്പിക്കാൻ സ്പെഷ്യൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കും. കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഉത്തരവിന്റെ കാലാവധി ഈ മാസം 28-ന് അവസാനിക്കാനിരിക്കെയാണ് 1 വർഷം കൂടി നീട്ടി നൽകിയത്. എരുമേലിയിൽ തന്നെ 2 RRTകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ നിയോഗിച്ചതാണ് ഈ ഇഷ്യൂ. അത് അങ്ങനെ പോരാ. നമുക്ക് അത്തരം പ്രദേശങ്ങളിൽ സ്ഥിരമായി തന്നെ RRTയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിപ്പം പുറത്തുനിന്ന് വരികയാണല്ലോ, എന്നാലും എല്ലാ സ്ഥലത്തും ഈ കാവൽ വേണം. ന്യൂസ് 18 തിരുവനന്തപുരം. 4 ദിവസമായി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയെ ഭീതിയിലാഴ്ത്തിയ കാട്ടുപോത്ത് ഒടുവിൽ കാട് കയറിയ ആശ്വാസത്തിലാണ് നാട്ടുകാർ. കൊട്ടാരക്കര, പുനലൂർ താലൂക്കിലെ ജനങ്ങളാണ് കാട്ടുപോത്ത് ഭീതിയിൽ കഴിഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇടമുളയ്ക്കൽ സ്വദേശി സാമുവൽ വർഗീസ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രദേശമാകെ ഭീതിയിലാണ്ടിരുന്നു. കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ മുതുവെല്ലാം കൂടെ ഒരു ഇത്രയുണ്ട്, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. ഭീകര ജീവി കണ്ട ഒരു ആനേരത്രയുണ്ട്, പേടിച്ചു പോയി സാറേ. ഈ വീട്ടമ്മയുടെ വാക്കുകളിലുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ഭയമത്രയും. ഇടമുളയ്ക്കൽ, ചടയമംഗലം, കടയ്ക്കൽ, ഇട്ടിവ, അലയമൺ എന്നീ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കഴിഞ്ഞ 4 ദിവസമായി വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നത്. കുറവന്തേരി മേഖലയിൽ നിന്ന് ഇന്ന് പുലർച്ചെയോടെ കാട്ടുപോത്ത് ഉൾവനത്തിലേക്ക് കടന്നുവെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. കൂട്ടം തെറ്റി വന്നതായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാട്ടിലിറങ്ങിയപ്പോൾ പൊതുജനങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഇതിനൊരു പേടിയൊക്കെ സംഭവിച്ച്
ഇതായി പോയതാണ്. ഇപ്പോൾ എന്തായാലും സുരക്ഷിതമായിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് വളരെ ഭാഗ്യമായിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ വനം വകുപ്പും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. മയക്കുപിടി വയ്ക്കാനുള്ള സംഘവും ദിവസങ്ങളോളം പ്രദേശത്ത് ക്യാമ്പ് ചെയ്തു. പോത്ത് തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടായത്. ശക്തമായ മഴയും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഞങ്ങൾ നേരം വെളുത്ത് 3 മണി മുതൽ ഈ പോത്തിന്റെ പറക്ക് നടക്കുകയാണ്. ഒരു 7-10 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്താ വന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടിയും തള്ളയെല്ലാം കൂടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു കുട്ടികളെ. അവരെ അടുത്തുകൂടെയാണ് ഓടിക്കൊണ്ട് വന്നത്. മയക്കുവെടി വയ്ക്കാനായില്ലെങ്കിലും തിരികെ ഉൾവനത്തിലേക്ക് തന്നെ കാട്ടുപോത്ത് കടന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. 2 കാട്ടുപോത്തുകളായിരുന്നു പ്രദേശത്തെ മുൾമുനയിൽ നിർത്തിയത്. അതിലൊരെണ്ണം കുഴഞ്ഞു വീണ് ചത്തു. ഈ പോത്തിന്റെ ആക്രമണത്തിലാണ് കൊടിഞ്ഞിൽ സ്വദേശി സാമുവൽ വർഗീസ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കൊല്ലം. അരിക്കൊമ്പൻ വീണ്ടും കേരളത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് അടുത്ത വാർത്ത. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ വീണ്ടും എത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്ന് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറഞ്ഞു. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ അക്രമം നടത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്നും ആന സുരക്ഷിതനാണെന്നും വനം വകുപ്പും വ്യക്തമാക്കും. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറെ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില അക്രമങ്ങൾ നടത്തിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. ഇവിടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ അരിക്കൊമ്പനുണ്ട്. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അതെ, എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ് ഇപ്പോൾ. ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് നമ്മുടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നു? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ആന അവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയ ആണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആകാൻ സാധ്യത ഉണ്ട്. പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല. അല്ല, അത് വളരെ കാം ഫൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായെന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ, വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. കൊച്ചി പുറംകടൽ ലഹരി കടത്ത് കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയോട് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ വെച്ചാണോ പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. പ്രതിയായ പാകിസ്ഥാൻ സ്വദേശി സുരിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചു. കേരള സന്ദർശനം നടത്തുന്ന ഉപരാഷ്ട്രപതിക്ക് സംസ്ഥാനത്തെക്കുറിച്ച് ഏറെ നല്ല വാക്കുകളാണ് പറയാനുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കേരളം മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഗുണഭോക്താവാണ് താനെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറയുന്നു. ഭിന്നാഭിപ്രായങ്ങളും ഉൾക്കൊള്ളണമെന്നും ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. സഭ പാസാക്കിയ ചില ബില്ലുകൾക്ക് അനുമതി കിട്ടാതെ കിടന്ന സംഭവമുണ്ടെന്ന് ചടങ്ങിൽ ഗവർണറെ പരോക്ഷമായി ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ ജഗദീപ് ധൻഖർ ജനാധിപത്യത്തെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചത്. ചില വിഷയങ്ങൾ രാഷ്ട്രീയ കണ്ണട മാറ്റിവെച്ച് കാണണമെന്നും പ്രതിപക്ഷത്തെയും കേൾക്കുന്നതാണ് ജനാധിപത്യത്തെ മനോഹരമാക്കുന്നതെന്നും ഉപരാഷ്ട്രപതി. കേരളത്തിന്റെ ഭൂപ്രകൃതി മനോഹരമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി കേരളത്തിലെ സിനിമാ സാംസ്കാരിക നായകരെയും രാഷ്ട്രീയക്കാരെയും സ്മരിച്ചു. Your penetration in this area is one of the highest in the country. You therefore know the impact of it. Creation of technology parks, electronic cities,
Kerala is in forefront to harness the potential of the people at large. And I'm sure it will continue to do so. The state's quality human resource, combined with this progressive culture, I'm sure it will be scripting a new history of inclusive growth. And that will happen. 50 മിനിറ്റിലധികമാണ് ഉപരാഷ്ട്രപതി നിയമസഭയിൽ സംസാരിച്ചത്. നിയമസഭാ വളപ്പിൽ വൃക്ഷത്തൈയും നട്ടശേഷമാണ് മടങ്ങിപ്പോയത്. പുരോഗമനപരവും വിപ്ലവകരവുമായ നിയമങ്ങൾ പാസാക്കിയ നിയമസഭയാണ് കേരളത്തിലേതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബില്ലുകൾ പാസാക്കാത്തതിൽ ഗവർണറെ പരോക്ഷമായി വിമർശിച്ചു. കേരള നിയമസഭയുടെ നിയമനിർമ്മാണ രംഗത്തെ സംഭാവനകൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളവയാണ്. പുരോഗമനപരവും വിപ്ലവാത്മകവുമായ അനേകം നിയമനിർമ്മാണങ്ങൾക്ക് കേരള നിയമസഭ വേദിയായിട്ടുണ്ട്. നിയമനിർമ്മാണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴും കേരള നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ അനുമതി കിട്ടാതെ കിടന്ന കാര്യവും അനുമതി കാര്യത്തിൽ അനിശ്ചിതമായ കാലതാമസമുണ്ടാകുന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാനാവില്ല. കേരള നിയമസഭ പാസാക്കിയ പല നിയമങ്ങളും ജനജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു. നിയമസഭയുടെ പുനരുദ്ധാരണ നിർമ്മാണങ്ങൾക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജൂനിയർ സെലക്ഷൻ ട്രയൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായ PV ശ്രീനിജൻ MLA ഇടപെട്ട് തടഞ്ഞതായി ആരോപണം. 100-ലധികം കുട്ടികളാണ് സെലക്ഷൻ നടക്കുന്ന പനമ്പള്ളി നഗറിലെ സ്കൂൾ ഗേറ്റിന് മുൻപിൽ മണിക്കൂറുകൾ കാത്തുനിന്നത്. എന്നാൽ സെലക്ഷൻ ട്രയലിനെ കുറിച്ച് മുൻകൂർ അറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ് ശ്രീനിജന്റെ വിശദീകരണം. പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ഗേറ്റ് തുറന്നുകൊടുത്തു. നമ്മള് രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് വന്നേ, ഇവിടെ വന്ന് നോക്കുമ്പോ ഗേറ്റ് പൂട്ടിയിട്ടാണ്. കുറെ സമയം കാത്തു നോക്കി. 3.5 മണിക്കൂറാണ് കുട്ടികൾ ഗേറ്റിന് മുന്നിൽ കാത്തുനിന്നത്. 8 ലക്ഷത്തോളം രൂപ വാടക കുടിശ്ശികയുണ്ടെന്നും ട്രയൽസ് നടക്കുന്ന കാര്യം അറിയിച്ചിരുന്നില്ലെന്നുമാണ് PV ശ്രീനിജൻ MLAയുടെ വാദം. വാടക കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിന് കത്തയച്ചിരുന്നുവെന്നും പ്രതികരണമുണ്ടായില്ലെന്നും MLA പറയുന്നു. ഒരു അനുമതി അവര് ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് കത്ത് വരികയോ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിൽ നിന്ന് ഒരു നിർദ്ദേശം വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 8 മാസത്തെ കുടിശ്ശിക തരാനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ കഴിഞ്ഞ മാസം വരെയുള്ള വാടക കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് കൌൺസിലിൽ ഒടുക്കിയിട്ടുണ്ടെന്നും കുടിശ്ശികയില്ലെന്നുമാണ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി വ്യക്തമാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും കേരള സ്പോർട്സ് കൌൺസിലുമായിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള അവകാശം ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ ഏപ്രിൽ മാസം വരെയുള്ള കുടിശ്ശിക ബ്ലാസ്റ്റേഴ്സ് കേരള സ്പോർട്സ് കൌൺസിൽ ഒടുക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുമതിയും കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തെ കൌൺസിലർ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ കൊണ്ടാണ് പിന്നീട് ഗേറ്റ് തുറന്ന് വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിലേക്ക് കടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ട് അവർ റോട്ടറിയിൽ ഇരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരിക്കലും ശരിയല്ല. സ്പോർട്സ് കൌൺസിലും ജില്ലാ സ്പോർട്സ് കൌൺസിലും സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു തീർക്കണം. അല്ലാണ്ട് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് റോട്ടിലിരുത്തിയല്ല പ്രതികരിക്കേണ്ടത്. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ഒടുവിൽ സെലക്ഷൻ ട്രയൽ തുടങ്ങുന്നത്. അപ്പോഴേക്കും വെയിൽ കനത്തിരുന്നു. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കൊച്ചി. പൊന്നമ്പലമേട്ടിൽ കടന്നു കയറി പൂജ നടത്തിയ സംഭവത്തിൽ കേസെടുത്ത് ഹൈക്കോടതി. ദേവസ്വം ബെഞ്ചിന്റേതാണ് നടപടി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും കോടതി വിശദീകരണം തേടി. രാഹുൽ വയനാട്ടിൽ MP-യായി തുടർന്നാൽ അവിടെ വികസനം ഉണ്ടാകില്ല എന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ദില്ലിയിലുള്ളപ്പോഴും താൻ വയനാടിനെ കുറിച്ച് ഓർക്കാറുണ്ട്. വയനാട്ടിൽ 250 അംഗൻവാടികൾ ശക്തിപ്പെടുത്തി. രാഹുൽ ഗാന്ധി അമേഠിയിൽ MP-ആയിരുന്നപ്പോൾ അവിടെ 80% വീടുകളിൽ പോലും വൈദ്യുതി ഇല്ലായിരുന്നുവെന്നും സ്മൃതി ഇറാനി വിമർശിച്ചു. अपने भाई से कहना चाहूंगी कि मैं दिल्ली में रहूं या अमेठी में रहूं, जहां भी वायनाड की इतनी चिंता करती हूं कि मैंने वायनाड में 250 नए आंगनबाड़ी को सक्षम आंगनबाड़ी बनाने का निर्णय लिया है. अब वो यहाँ रहेंगे तो उसका हाल भी वैसा ही होगा जैसे उन्होंने अमेठी में किया था. इसलिए यहाँ ना रहें, उसकी व्यवस्था आप सबको करनी है.
വിവാദമായ കാട്ടാക്കട കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പൽ GJ ഷൈജുവിനെ സസ്പെൻഡ് ചെയ്ത് കോളേജ് മാനേജ്മെന്റ്. ഡോക്ടർ NK നിഷാദാണ് പുതിയ പ്രിൻസിപ്പൽ. ഷൈജുവിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല കോളേജ് മാനേജ്മെന്റിന് കത്ത് നൽകി. SFI ആൾമാറാട്ടം വിവാദമായതോടെയാണ് GJ ഷൈജുവിനെതിരെ അച്ചടക്ക നടപടി. ഷൈജുവിനെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ NK നിഷാദാണ് പുതിയ പ്രിൻസിപ്പൽ. ഷൈജു സർവകലാശാലയെ വഞ്ചിച്ചുവെന്ന് VC മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ നടപടി. അതേസമയം ഷൈജുവിനെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റിന് സർവകലാശാല കത്ത് നൽകി. യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിലുണ്ടായ നഷ്ടപരിഹാരമടക്കം ഷൈജുവിൽ നിന്ന് ഈടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാലയുടെ കത്ത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. രണ്ടാം പ്രതി വിശാഖിന് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഒന്നാം പ്രതി GJ ഷൈജു വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് FIR-ൽ പറയുന്നു. ആൾമാറാട്ടം, വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. 2000 രൂപ നോട്ട് പിൻവലിച്ചതിൽ വിശദീകരണവുമായി RBI ഗവർണർ ശക്തികാന്ത ദാസ്. 2000 രൂപ നോട്ട് ഇറക്കിയതിന്റെ ലക്ഷ്യം പൂർത്തിയായി. ഇപ്പോൾ മറ്റ് നോട്ടുകൾ ആവശ്യത്തിന് സർക്കുലേഷനിലുണ്ട്. 2000 രൂപ നോട്ടിന്റെ സർക്കുലേഷൻ അതിന്റെ പാരമ്യത്തിൽ നിന്ന് താഴേക്കെത്തി. 6,73,000 കോടിയിൽ നിന്ന് 3,62,000 കോടിയായി കുറഞ്ഞു. 2000 രൂപ നോട്ടിന്റെ വിനിമയ കാലഘട്ടം പൂർത്തിയായെന്നും നോട്ടിന്റെ പ്രിന്റിംഗ് നിർത്തിവെച്ചെന്നും RBI ഗവർണർ പറഞ്ഞു. According to Section 27 of the RBI Act, the Reserve Bank is required to not issue notes which are excessively soiled, defaced or damaged. Under that section, for a long time, the Reserve Bank has been following what is called a clean note policy. Therefore, from time to time, Reserve Bank withdraws currency notes of particular series and issues fresh notes. And also, as a part of the normal banking operations also through the banks, as you know that when the notes get soiled, it is returned and fresh notes are issued. കൊച്ചിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ സഞ്ചരിച്ച വാഹനം ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയെന്ന പരാതിയിൽ ഒടുവിൽ പോലീസ് കേസെടുത്തു. എന്നാൽ പ്രതി ആരാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്താതെയാണ് തോപ്പുമടി പോലീസ് കേസെടുത്തത്. അപകടമുണ്ടായപ്പോൾ മുതൽ CIയെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. കോഴിക്കോട് ദമ്പതികളെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ പരാതിക്കാരൻ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളി മുഹമ്മദ് അജ്മലാണ് പ്രതി. നടപടിയെടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാലതാമസമുണ്ടായി എന്ന് പരാതിക്കാരനായ അശ്വിൻ ആവർത്തിച്ചു. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ പീഡന ശ്രമം നടത്തിയ കണ്ണൂർ സ്വദേശി പോലീസ് പിടിയിലായി. കണ്ണൂർ സ്വദേശി നിസാമുദ്ദീനാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കാഞ്ഞങ്ങാട് പത്തനംതിട്ട KSRTC ബസ്സിലാണ് സംഭവം നടന്നത്. ബസ് മലപ്പുറം വളാഞ്ചേരിക്ക് അടുത്തെത്തിയപ്പോഴായിരുന്നു യുവതിക്ക് നേരെ പീഡനശ്രമം ഉണ്ടായത്. യുവതിയുടെ പരാതിയിൽ നിസാമുദ്ദീനെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ നിന്നാണ് ഇവർ രണ്ടുപേരും ബസ്സിൽ കയറിയത്. പിന്നീട് കോഴിക്കോട് വെച്ച് തന്നെ യുവാവിന്റെ ശല്യം ആരംഭിച്ചതായി ബസ്സിലുള്ളവർ പറയുന്നു. യുവതിക്കാര്യം കണ്ടക്ടറോട് പറയുകയും കണ്ടക്ടർ യുവാവിനെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റിയിരുത്തുകയും ചെയ്തു. എന്നാൽ വീണ്ടും യുവതിക്കരികിലെത്തിയ യുവാവ് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് പത്തനംതിട്ട സർവീസിലൂടെ കോട്ടക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ സീറ്റിൽ കുട്ടിയെ അടുത്തിരുന്ന ആളെ ശല്യം ചെയ്യുകയും അടുത്തുള്ള വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. യുവതി പോലീസ് കൺട്രോൾ റൂമിലേക്ക് നേരിട്ട് വിവരമറിയിക്കുകയും തുടർന്ന് വളാഞ്ചേരി പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പരാതിക്കാരുടെയും യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബസ് രാത്രി തന്നെ വിട്ടയച്ചു. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം ശാന്തിവിളയിൽ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച. വീട്ടിൽ വെള്ളം ചോദിച്ചെത്തിയ 2 പേരാണ് വീട്ടമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. 50,000 രൂപയും 2 പവൻ മാലയും കവർന്നു. വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ പോയതിന് ശേഷം എനിക്കൊന്ന് ഉറക്കം വിളിക്കാനൊന്നും പറ്റില്ല. കാരണം ഞാൻ ഒരു മരണം തന്നെയാണ് മുന്നിൽ കണ്ടത്. എന്തെങ്കിലും ചെയ്തിട്ട് പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എൻ്റെ മക്കളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. ആ ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. ശാന്തിവിള സ്വദേശിനിയായ രമ്യാകൃഷ്ണന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത്. വീട്ടിൽ വെള്ളം ചോദിച്ചെത്തിയ തമിഴ് സംസാരിക്കുന്ന 2 പേരാണ് കവർച്ച നടത്തിയതെന്നാണ് അതിക്രമത്തിനിരയായ രമ്യ ഉണ്ണികൃഷ്ണൻ. തമിഴും മലയാളവും ഇടകലർന്ന സംസാരമായിരുന്നു. ഇവരെന്തൊക്കെ ചെയ്തെന്നോ ഏതൊക്കെ എടുത്തെന്നോ ഒന്നും ഞാൻ കണ്ടില്ല. ക്യാഷ് ഒരു 50,000 രൂപ ചേട്ടനിലുണ്ടായിരുന്നു. കാരണം
ലോണിന് അടയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്, വണ്ടിയുടെ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടി. ഇത് കയ്യിൽ പൈസ എടുത്തത് ഞാൻ അറിഞ്ഞില്ല. ഈ എന്തൊക്കെ വലിച്ചു വാരി ഇടുന്ന സൗണ്ടും ഇതൊക്കെ മാത്രമേ കേട്ടുള്ളൂ. എന്നിട്ട് മാല പൊട്ടിച്ചു, കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചിട്ട് കമ്മൽ ഊരി കൊടുക്കാൻ പറഞ്ഞു. കമ്മൽ ഊരി കൊടുക്കുകയാണ് ചെയ്തത്. സമീപ പ്രദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഗൃഹനാഥൻ പറഞ്ഞു. ഇന്ന് മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു സൈലന്റ് ഏരിയ ആണ്. ഇപ്പോഴാണ് കുറച്ച് നാൾ ഉണ്ടാകുന്നത്. രമ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടിൽ ഒരാൾ മാത്രമുള്ളൂവെന്ന് മനസ്സിലാക്കി നടത്തിയ കവർച്ചയെന്നാണ് നിഗമനം. കൂടാതെ സമീപത്തെ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ചൂട് വർദ്ധിക്കുന്നതിനിടെ സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ. ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട വാഴക്കുന്നത്ത് 1 മണിക്കൂറിൽ 62 മില്ലിമീറ്റർ മഴ ലഭിച്ചു. തിരുവനന്തപുരം വെള്ളായണിയിൽ 39 മില്ലിമീറ്ററും അഞ്ചലിൽ 45 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. അടുത്ത മണിക്കൂറിൽ കാസർഗോഡും മഴ ലഭിച്ചേക്കും. ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ജില്ലയായ കൊല്ലം ജില്ലയ്ക്കും വേനൽ മഴ ആശ്വാസമായി. IT പാർക്കുകളിലെ മദ്യശാലകളുടെ പ്രവർത്തനത്തിന് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ പുതിയ മദ്യനയം ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഈ ആഴ്ചത്തെ മന്ത്രിസഭായോഗത്തിൽ മദ്യനയത്തിന്റെ കരട് എക്സൈസ് വകുപ്പ് സമർപ്പിക്കും. ബാർ ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും മദ്യനയത്തിൽ ഉണ്ടാകും. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ തെളിവെടുപ്പിനായി ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചു. അഡ്വക്കേറ്റ് KN അഭിലാഷിനെയാണ് അഭിഭാഷക കമ്മീഷനായി നിയോഗിച്ചത്. തെളിവെടുപ്പിനായി ഹൈക്കോടതിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ജസ്റ്റിസ് A ബദറുദ്ദീന്റേതാണ് ഉത്തരവ്. കായംകുളത്ത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരിയെ തെരുവ് നായ്ക്കൾ കടിച്ചു. സാരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ചെട്ടികുളങ്ങര പഞ്ചായത്ത് നടക്കാവ് 13-ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ സ്വദേശികളുടെ മകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചത്. അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്തായിരുന്നു നായ്ക്കൾ ആക്രമിച്ചത്. കൂട്ടമായെത്തിയ 5 തെരുവ് നായ്ക്കളാണ് കുട്ടിയെ കടിച്ചത്. തലയ്ക്കും വയറിനും കഴുത്തിനും കടിയേറ്റു. അയൽവാസി ഓടിയെത്തിയാണ് തെരുവ് നായ്ക്കളെ ഓടിച്ചത്. ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനം നൽകേണ്ട 25% വിഹിതം കേന്ദ്രവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒഴിവാക്കിയെന്ന വാദത്തിൽ ആശയക്കുഴപ്പം. ഇത് സംബന്ധിച്ച് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുക നൽകാമെന്ന കരാർ നിലവിലുണ്ടെന്നും വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കും. പൂർണ്ണമാകുന്നു ടോപ്പ് 8. നമസ്കാരം.